ിലേക്ക് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ നേരത്തെ ഈ ഷിബു മേനൻ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവിൽ അതിന്റെ എക്സ്പ്ലനേറ്ററി നോട്ടിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ഞങ്ങൾ ഇനി ബാക്കിയുള്ള 2 പേരെയും ഏറ്റവും അടുത്ത് തന്നെ നിയമിക്കും എന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട്, ഇപ്പം CPM അതിൽ സ്വീകരിച്ചൊരു നിലപാട് ഞങ്ങളുടെ രാഷ്ട്രീയമായ പ്രതിരോധമാണ് ഈ നിലപാട് എന്നതാണ്. അങ്ങനെ രാഷ്ട്രീയമായ പ്രതിരോധ നിലപാടുണ്ടെങ്കിൽ എന്തിനാണ് ഈ 2 പേരെ ഉടൻ തന്നെ നിയമിക്കുമെന്ന് ഈ ഉത്തരവിന്റെ എക്സ്പ്ലനേറ്ററി നോട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് മറുപടി പറയാമോ? അതിനും മറുപടി പറയാം. അതോടൊപ്പം തന്നെ അദ്ദേഹം ചോദിച്ച മറ്റൊരു ചോദ്യമുണ്ട്. ഇന്ന് CPM-ന്റെ പ്രതിനിധി വന്ന് സെക്ഷൻ 14 പ്രകാരമാണ് ഫെബ്രുവരി മാസത്തിൽ ഉത്തരവ് ഇറക്കിയതെന്ന് സമ്മതിച്ചു. പക്ഷെ ഇന്നലെ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു പുതിയ സമ്മതമാണ് എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഫെബ്രുവരിയിൽ ഇറങ്ങിയ ഉത്തരവിന്റെ ഗവൺമെന്റ് ഗസറ്റിന്റെ ആദ്യത്തെ വരി താങ്കൾ ഒന്ന് വായിച്ചു നോക്ക്. ഇൻ എക്സസൈസ് ഓഫ് പവേഴ്സ് കൺഫേർഡ് ബൈ സബ്സെക്ഷൻ 1 ആൻഡ് സബ്സെക്ഷൻ 9 ഓഫ് സെക്ഷൻ 14 ഓഫ് ദി യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർ ആക്ട്. തുടങ്ങുന്നത് തന്നെ സെക്ഷൻ 14 പ്രകാരം എന്നാണ്. അത് 4/2/2026 ഫെബ്രുവരി 4. അതിനുശേഷം മാർച്ച് മാസത്തിൽ ഉത്തരവിറങ്ങി. മാർച്ച് മാസത്തിൽ നമുക്കറിയാം ഹംസയുടെയുമായി ബന്ധപ്പെട്ട് ഇൻ എക്സസൈസ് ഓഫ് പവർ കൺഫേർഡ് സെക്ഷൻ 1 സെക്ഷൻ 9 ഓഫ് സെക്ഷൻ 14 യൂണിഫൈഡ്. അത് 13/3/2026 ഈ നിയമത്തിനോ നിയമത്തിലെ വകുപ്പുകൾക്കോ ഞങ്ങൾ എതിരല്ല. പക്ഷേ ചില വകുപ്പുകൾക്കും ഉപവകുപ്പുകൾക്കും ഞങ്ങൾ എതിരാണ്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ തകർക്കുന്ന ആർട്ടിക്കിൾ 25-26 മതസ്വാതന്ത്ര്യത്തെ തകർക്കുന്ന വകുപ്പുകളും ആ മതേതര കാഴ്ചപ്പാടുകൾക്ക് എതിരായിട്ടുള്ള ഉപവകുപ്പുകൾക്കും ഞങ്ങൾ എതിരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. ഒറ്റ കാര്യം അങ്ങ് ഇവിടെ പറഞ്ഞല്ലോ, ഇവിടെ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നു, അമുസ്ലിങ്ങൾ 2 അല്ല എന്ന്. മാധു, ഇതിൽ 7 പേർ വരെ അമുസ്ലിങ്ങളായിട്ട് വരാം. സെക്ഷൻ 14(1)(c)യിൽപ്പെട്ട 1-2 ഉപവകുപ്പിൽപ്പെട്ട 2-3 പേർ മാത്രം മുസ്ലിം ആയാൽ മതി. ബാക്കി എല്ലാവരും അമുസ്ലിമായിട്ട് വരാം. MP-മാരുടെ പ്രതിനിധി മുസ്ലിം ആകണമെന്ന് പറഞ്ഞിട്ടില്ല. MLA-മാരുടെ പ്രതിനിധി മുസ്ലിം ആകണമെന്ന് പറഞ്ഞിട്ടില്ല. ജില്ലാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി മുസ്ലിം ആവണമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോ 11-ൽ 7-8 പേർ അമുസ്ലിങ്ങളായാലും വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഗവൺമെന്റ് തീരുമാനിക്കുന്നതെങ്കിൽ. അത്തരത്തിലുള്ള സാഹചര്യത്തെയാണ് എതിർക്കുന്നത്. അതുകൊണ്ട് ഒരു ഘട്ടത്തിൽ പോലും സെക്ഷൻ 14-മായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പറയുന്ന ആശങ്ക അത് പൂർണ്ണമായിട്ടും ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന രൂപത്തിലല്ല. അത് തെറ്റായിട്ടുള്ള വാദമാണ്. പിന്നെ ഇവിടെ നിയമവിദഗ്ധനടക്കം പറഞ്ഞല്ലോ, ഈ വകുപ്പ് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇപ്പൊ എന്നോട് ചോദിച്ച ചോദ്യം 2 പേരെ പിന്നീട് നോമിനേറ്റ് ചെയ്യുന്നു പറഞ്ഞു. അതിൽ സെക്ഷൻ 22 ഓഫ് ദി വഖഫ് ആക്ട് ഞാൻ വായിക്കാം. വേക്കൻസീസ് എക്സെട്ര not to invalidate proceedings of the board. No act or proceedings of the board shall be invalidated by reason only of the existence of any vacancy amongst its members or any defect in the constitution thereof. 2 പേരെയോ 3 പേരെയോ ഇപ്പോൾ തന്നെ നോമിനേറ്റ് ചെയ്യണമെന്നില്ല. അതായത് ഇതിലെ നോമിനേഷൻ ചില വ്യക്തികളുടെ നടത്തിയില്ല, ചില പോസ്റ്റിലേക്ക് നിയമിച്ചില്ല എന്ന് വെച്ച് ബോർഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനെയോ അതിന്റെ നടപടികളെയോ ബാധിക്കുന്നില്ല. അമുസ്ലിങ്ങളെ ഇതിൽ ഉൾപ്പെടുത്തണം എന്നതിനെ ഞങ്ങൾ എതിർക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് ഉൾപ്പെടുത്തിയില്ല. ഫെബ്രുവരി മാസത്തിൽ, മാർച്ച് മാസത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയില്ല. ഞങ്ങൾ പറഞ്ഞു ആ വേക്കൻസികൾ ഫില്ല് ചെയ്യും. എപ്പോഴാ? സുപ്രീം കോടതിയിൽ കേസ് പെൻഡിംഗ് നിൽക്കുകയാ. എപ്പോഴാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എല്ലാവരെയും ഒരുമിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് ഈ നിയമത്തിൽ ഒരിടത്തും പറയുന്നില്ല. അതുകൊണ്ട് നിയമപരമായി അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും മികച്ച ലീഗൽ ഒപ്പീനിയൻ എടുത്ത് ആ കൃത്യമായി ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ, ആർട്ടിക്കിൾ 25-26 സംരക്ഷിക്കാൻ, മതനിരപേക്ഷ ഉള്ളടക്കം സംരക്ഷിക്കാൻ, ഒരു മതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ അതുപോലെ കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ടു അള്ളാഹ് ഒരു ഭക്തൻ കൊടുക്കുമ്പോൾ അതിൽ മറ്റു മതക്കാർ വന്ന് നിയന്ത്രിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി നിയമപരമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചതാ. അതുകൊണ്ട് മിസ്റ്റർ ഷിബു മീരാനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇവിടെ വാദം പറഞ്ഞല്ലോ അഡ്വക്കേറ്റ് ജനറൽ വാദം പറയുമ്പോൾ ഇതിന്റെ സുപ്രീം കോടതിയിൽ കേസ് ഉണ്ടെന്നും അതിൽ ഇടക്കാല ഉത്തരവ് ചില സെക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടെന്നും അതുകൊണ്ട് ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ തുടർവാദം നടത്തണമെന്നും വിത്തൌട്ട് പ്രിജുഡിസ് ദ സ്റ്റാൻഡ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ഇൻ SLP നമ്പർ സച്ച് ആൻഡ് സച്ച് പെൻഡിംഗ് ബിഫോർ ദി സുപ്രീം കോടതി എന്നൊരു വാചകം നിങ്ങളുടെ ഈ അഫിഡവിറ്റിൽ എന്തുകൊണ്ട് നിങ്ങൾ എഴുതിയില്ല? അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ വിധിക്ക് വിധേയമായിരിക്കും ഈ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇടുന്ന ഉത്തരവ് എന്നൊരു വാചകം നിങ്ങൾ പറഞ്ഞില്ല. സാധാരണ ബേസിക് നോളജ് ഉള്ള ഒരു വക്കീൽ ഇത്തരത്തിലുള്ളൊരു കൗണ്ടർ അടിക്കുമ്പോൾ ഈ വാചകങ്ങൾ കൂട്ടിച്ചേർക്കാറുണ്ട്. അപ്പെക്സ് കോടതിയിലാണ് കേസ് നിൽക്കുന്നത്, സുപ്രീം കോടതിയിൽ. അവിടെ ഞങ്ങൾക്ക് വാദം തുടർന്ന് നടത്താനുള്ള ഞങ്ങളുടെ അവസരം റിസർവ് ചെയ്യണം എന്ന് പറഞ്ഞോ? മറിച്ച് എന്താ പറഞ്ഞേ? പെറ്റീഷണറുടെ വാദത്തോട് പൂർണ്ണമായി യോജിക്കുന്നു. RSSന്റെ നിലപാടിനോട് ഞങ്ങൾ കൃത്യമായി സാഷ്ടാംഗ പ്രമാണം നടത്തുന്നു. അങ്ങ് വീണില്ലേ കാല്? ഇത് തന്നെയാണ് PM ശ്രീയിൽ. ഇത് തന്നെയാണ് ഞാൻ ആദ്യം ഒരു ചോദ്യം ചോദിച്ചു. മാധുവും അതിൽ വലിയ പ്രാധാന്യം കണ്ടില്ല. എന്താണ്? അങ്ങ് ഉമൈദ് പോർട്ടലിൽ ഈ വഖഫ് പ്രോപ്പർട്ടിയെ പറ്റി ആഡ് ചെയ്തപ്പോ മുഖ്യമന്ത്രി എന്താ പറഞ്ഞേ? 8ന്റെ പണി കൊടുത്തിട്ട് പോയെന്ന്.
10 മിനിറ്റ് കൊണ്ട് വഖഫ് പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞ് സാധാരണക്കാരായ ഞാനതിന്റെ ജനങ്ങളെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കാര്യമാണത്. വോട്ട് മേടിച്ചില്ലേ? ഇപ്പൊ 2 മാസം തികഞ്ഞില്ലേ ഇന്ന്? അല്ല ഞാനത് വീണ്ടും അവതരിപ്പിച്ചപ്പോ അപ്പൊ തന്നെ ഉപചോദ്യമായി. ആരും അതിനെ കൃത്യമായിട്ട് ഗൗനിച്ചില്ല. അത് കൃത്യമായി യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അന്നെന്താ ഇവർ പറഞ്ഞത് ആ വഖഫ് പോർട്ടലിൽ ആഡ് ചെയ്തത് വലിയ തെറ്റായി പോയി, നിയമം അംഗീകരിക്കാൻ പാടില്ല, സുപ്രീം കോടതിയിൽ കേസ് ചലഞ്ച് ചെയ്യുകയാണ്. അന്നേരം എന്തിനാണ് സംസ്ഥാന ഈ ബോർഡ് അതിലേക്ക് ആഡ് ചെയ്തത്? അതിനൊരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ടായിരുന്നു. കേസുള്ള പ്രോപ്പർട്ടി, ഡിസ്പ്യൂട്ടുള്ള പ്രോപ്പർട്ടി എല്ലാം ആഡ് ചെയ്യണം. അത് നിയമപരമായിട്ടൊരു ബാധ്യതയാണ്. അത് ചെയ്തപ്പോ പറഞ്ഞു അന്ന് നിയമം ഇല്ല, നിയമം ബാധകമല്ല, സുപ്രീം കോടതിയിൽ കേസ്. ഇപ്പൊ പറയുന്നു നിയമം ബാധകമാണ്, സുപ്രീം കോടതിയിൽ കേസ്. ഇതല്ലാതെ സംസ്ഥാന ഗവൺമെന്റിന് എന്താണ് ചെയ്യാൻ കഴിയുക? അതുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അഭിഭാഷകൻ, എനിക്ക് വളരെ ബഹുമാനമുള്ള ആളാണ് പ്രശാന്ത് പത്രാവൻ, സെക്ഷൻ 22 സെക്ഷൻ 22 കൃത്യമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരുടെയും ഫില്ലിംഗ് ഒരുമിച്ച് വേണ്ട, 1 2 3 പേരെ ഫില്ല് ചെയ്യുന്ന ബാധിക്കുന്ന സാഹചര്യം. ഒറ്റക്കാര്യം സുപ്രീം കോടതി Debate with Madhu Saji.